ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. രസകാളനാണെന്ന് ഉണ്ടാക്കണേ. എല്ലാ രസങ്ങളും ചേർന്നിട്ടുള്ള കൂട്ടാനാണ്. ചൂട് ചോറിൻ്റെ ഒപ്പം ഈ കൂട്ടാനും പപ്പടവും മാത്രം മതി, അത്രയ്ക്ക് സ്വാദാണ്. സദ്യയ്ക്കായാലും സാധാരണ ദിവസങ്ങളിൽ ചോറിന് കൂട്ടാനായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ്. പല കഷ്ണങ്ങളും ഉപയോഗിക്കാം. കുമ്പളങ്ങ തന്നെ ഇട്ടിട്ടോ കായ മാത്രമായിട്ടോ ചേന ചേർത്തിട്ടൊക്കെ രസകാളൻ ഉണ്ടാക്കാം. നമ്മൾ നേന്ത്രക്കായ തൊലി കളഞ്ഞ് ഇത്ര വലുപ്പത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങയും അതുപോലെ തൊലി കളഞ്ഞ് അതേ കനത്തിൽ നുറുക്കി. ഈ 2 പച്ചക്കറിയും ഒരേ അളവിലാണ് എടുത്തേക്കുന്നത്. നല്ലോണം 2 കപ്പ് വീതം കഷ്ണങ്ങളുണ്ടാവും, കപ്പിൻ്റെ കണക്കിൽ. ചെറുനാരങ്ങയുടെ അത്ര വലുപ്പത്തിൽ പുളി ചെറിയ ചൂടുവെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. വേണ്ട സമയമാകുമ്പോഴത്തേക്കും നല്ലോണം കുതിർന്ന് സോഫ്റ്റ് ആയിക്കോളും. ഉരുളിയിലാണ് ഉണ്ടാക്കണേ കൂട്ടാൻ. കഷ്ണങ്ങളിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇത് വേവാൻ വേണ്ടി മാത്രം. ഏകദേശം 2 കപ്പ് വെള്ളം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടത്ര ഉപ്പ് മാത്രം മതി. വേഗം വെന്തോളും കഷ്ണങ്ങൾ. നന്നായിട്ട് ഇളക്കിയിട്ട് വേവാൻ വയ്ക്കാം. നടുവിലേക്ക് കൂട്ടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ആവി തട്ടി വേകട്ടെ. കഷ്ണം വേവണ നേരം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ അരി, പച്ചരിയാണ് എടുത്തേക്കണേ, ഏതരിയായാലും മതി. കൂട്ടാനൊരു തിക്നെസ് കിട്ടും ഇങ്ങനെ അരി വറുത്തിട്ട് ചേർക്കുമ്പോൾ. 10 മണി കുരുമുളക്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പൊടിയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഉലുവ ചൂടായിട്ടുണ്ട്. ഇനി 6 വറ്റൽമുളക്. ഇതും ഒന്ന് റോസ്റ്റ് ആവണം. വറ്റൽമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് കൂട്ടാൻ കിട്ടുക. 1 പച്ചമുളകും പേരിന് ചേർക്കുന്നുണ്ട് നമ്മൾ. മുളക് പൊടി ചേർത്തുണ്ടാക്കണേക്കാളും സ്വാദ് ഇങ്ങനെ വറ്റൽമുളക് ചേർക്കുമ്പോഴാണ്, അരയ്ക്കുമ്പോൾ. എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ആറാൻ വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങൾ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വെന്തിട്ടുണ്ട്. 3/4 വേവായിട്ടുണ്ട്. ഇനി പുളി ഒഴിക്കാം. കഷ്ണങ്ങളിൽ പുളി പിടിച്ചിട്ടൊന്ന് വേവണം. നാളികേരം 1.5 കപ്പ് ഉണ്ടാവും. 1 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. ഇപ്പോൾ ഒന്ന് പൾസ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരിമണിയും കുരുമുളകും ഉലുവയും മുളകും എല്ലാം കൂടി ചേർക്കാം. ഇത്തിരി വെള്ളം ചേർത്തിട്ട് വെണ്ണ പോലെ അരയണം. ഇപ്പോൾ പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങൾ നല്ലോണം വെന്തു. അരച്ച് വെച്ചത് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി. ഇനി അച്ചാണെങ്കിൽ 2 അച്ച് ശർക്കര വേണം. കഷ്ണം വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം അച്ചാണെങ്കിൽ. ഇപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മിക്സ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഒന്ന് തിളക്കിയേ വേണ്ടൂ. കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. നല്ലോണം തിളക്കട്ടെ. പുളി നാളികേരവും മുളക് വറുത്തതും ഒക്കെ ചേർത്തപ്പോൾ കൂട്ടാൻ്റെ കളറും മാറി. ഇനി നല്ലോണം തിളയ്ക്കണം. ഇത്തിരിയും കൂടി വെള്ളമാവാം. കഷ്ണം ധാരാളം ഉണ്ടല്ലോ. തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും തൈര് ഒരു 5-6 സെക്കൻഡ് മിക്സിയിൽ പൾസ് ചെയ്ത് എടുത്ത് വയ്ക്കാം. നല്ലോണം ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താൽ ഇത്തിരി നേരം തിളയ്ക്കും, ഉരുളിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആ ചൂടൊന്ന് ഒതുങ്ങിയിട്ട് തൈര് ചേർക്കാം. ക്രീമി ആയിട്ടുള്ള തൈരാണ് നല്ലത്. 1.5 കപ്പ് തൈര് ഒഴിച്ചു. കൂട്ടാൻ നല്ല ചൂടുള്ളപ്പോൾ തൈര് ഒഴിച്ചാൽ വല്ലാത്ത കൈപ്രസം ഉണ്ടാവും. തൈര് പിരിഞ്ഞ് പിന്നെ മണമൊക്കെ മാറും. അപ്പോൾ നല്ലൊരു ഫ്ലേവറിലുള്ള മണമാണ്. ഉപ്പ് ഇത്തിരി കുറവാണ്. ആദ്യം കഷ്ണങ്ങളിലേക്ക് വേണ്ട ഉപ്പാണല്ലോ ചേർത്തത്. ഇപ്പോൾ ഉപ്പ് പാകമായിട്ടുണ്ട്. തൈരും പുളിയൊക്കെ ചേർന്നുകൊണ്ട് ഉപ്പ് ഇത്തിരി കൂടുതൽ വേണം. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. 1.5 ടീസ്പൂൺ കടുക്, 4 ചുവന്ന മുളക്, 4 തണ്ട് കറിവേപ്പില. ധാരാളം വേണം വറുത്തിടാൻ. കൂട്ടാനും നല്ലോണം ഉണ്ട് ക്വാണ്ടിറ്റി. ഏകദേശം 8-10 പേർക്ക് വിളമ്പാനുള്ള അത്രയുണ്ട്. വറുത്തിട്ട് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് അടച്ചു വയ്ക്കണം, ഇളക്കണതിന് മുമ്പ്. ഇനി തുറന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. കഴിക്കാൻ തോന്നുന്ന ഒരു മണമാണ്. അങ്ങനെ രസകാളൻ റെഡിയായി. വളരെ സ്വാദുള്ള കൂട്ടാനാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.